ഹാപ്പി വിഷു. ഹാപ്പി വിഷു. വിഷു. ഹാപ്പി വിഷു. ഞാൻ സമ്മതിച്ചു. ഹാപ്പി വിഷു. ഇതൊക്കെ എന്ത് എടാ തന്നെ പുകയുന്നത്. എടാ തീ പിടിച്ചടാ എങ്ങനെ? എടാ തീ പിടിച്ചത് നീ പുകയുന്നത്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ വ്ലോഗ്. ഇറ്റ്സ് മീ അജിത് ചന്ദ്രൻ. അപ്പം എല്ലാവർക്കും ഹൃദയം ഹാപ്പി വിഷു. അപ്പം ഇന്ന് വിഷു ആണ്. രാവിലെ സമയം 4:15. 4:15 കണി കണ്ടു. പിന്നെ അവിടെ പടക്കങ്ങളൊന്നുമില്ല. പടക്കങ്ങളിൽ കണ്ണൂരിൽ പോയിട്ട് ഓട്ടിക്കുന്നത് എല്ലാം പുള്ളിക്കാരൻ്റെ വണ്ടിയിലാണല്ലേ. അപ്പോൾ ഇപ്പം തന്നെ അവർ വിട്ടെന്ന് പറഞ്ഞാൽ ഒരു 10-15 എത്തും. എന്നിട്ട് ഇവിടെ നമ്മളെല്ലാവരും കൂടി ധർമ്മശാല കണ്ണൂരിലേക്ക് പോകും. കണി കാണാം. ഓക്കെ, വാ. നമ്മളെ വിഷുവിലെ പടക്കങ്ങൾ പൊട്ടിച്ച് ആഘോഷിക്കാൻ തുടങ്ങുകയാണ്. ഈ ഒരു പടക്കം ഇവിടുന്ന് പൊട്ടിക്കും, ബാക്കി കണ്ണൂർ പൊട്ടിക്കും പൊട്ടിക്കും. ധർമ്മശാലയിൽ നമ്മൾ ഈ പടക്കം പൊട്ടിക്കാൻ നോക്കിയാണ്. കൊറേ തിരി ഉണ്ടല്ലോ. വല്ല മതി. അപ്പോൾ നമ്മളെല്ലാവരും റെഡിയായി. ഇനി കണ്ണൂരേക്ക് പോകാൻ നോക്കാം. ഇനി പോകുമ്പോൾ അമ്പലത്തിലും കേട്ടോണം കണ്ണൂരിൽ പോകാൻ. പറശ്ശിക്കടവ് എത്തിയിരിക്കുന്നു. എന്താ രസം പറശ്ശിക്കടവ്. ഈ പാലം വൃത്തിയാക്കുന്നുണ്ട്, രസമുണ്ട്. അപ്പുറത്താണ് പറശ്ശിക്കടവ് ഉള്ളത്. സ്പോട്ടിങ്ങൊന്നുമില്ല. പടക്കം നമുക്ക് പൊട്ടിക്കാൻ പറ്റിയില്ല ഗൈസ്. നമുക്കിനി രാത്രിയിൽ പൊട്ടിക്കാതെ നടക്കില്ല. കാരണം ഈ രാവിലെ കമ്പത്തിൽ കത്തിച്ചിട്ട് രസം ഉണ്ടാവില്ലല്ലോ. ഒക്കെ മാത്രമല്ല രാത്രി പൊട്ടിക്കാല്ല. ഇത് പറ്റില്ല, പൊട്ടിക്കാന്നില്ല. വേറെ വഴി പൊട്ടുന്ന സാധനമില്ല, കത്തുന്ന മാത്രമേ ഉള്ളൂ. നല്ല തിരക്കുണ്ടല്ലേ. 21 കായലിലെ വിഷു. അരമണിക്കൂർ മുമ്പേ വിട്ട് ടീം നേരത്തെ നമ്മളെ കാട്ടിയും അരമണിക്കൂർ ലേറ്റ് എത്തിയിട്ടുണ്ട്. റോഡില് 70 കിലോമീറ്റർ സ്പീഡിൽ കൂടുതൽ വണ്ടി ഓടിക്കാൻ പാടില്ല. ബാംഗ്ലൂരല്ല ഇനി സ്കൈ ഷോട്ട് നമ്മൾ എങ്ങനെ പോയി. സ്കൈ ഷോട്ട് രാത്രി പോയി കോമഡി അറിയാ. ഇതിന്റെ എല്ലാം മറ്റേ കളർഫുൾ സാധനങ്ങളാ. പൊട്ടുന്ന ഒന്നുമില്ല. നമ്മളെന്ത് ചെയ്യും? നമുക്ക് ഒച്ചപ്പാടൊക്കെ ഇവന്റെ കാര്യം പറയാണ്ടിരിക്കുന്ന നല്ലത്. ഇവൻ വിഷുവിന് ഉത്സവത്തിന് ഒറ്റപ്പാണ്ട വെച്ചിട്ട് മുണ്ടെടുത്തിട്ട് വന്നു. ബാക്കി എല്ലാരും പാന്റാന്ന്. ഈ പ്രാവശ്യം ഒറ്റപ്പാണ്ട വെച്ചിട്ട് പാന്റ് എടുത്തിട്ട് വന്നു. എല്ലാരും മുണ്ടാണ്. എന്നാലും കണ്ണ നിന്റെ ഒരു 12 വിഷുവിന് പൊട്ടിക്കാതിരിക്കുന്ന പടക്കങ്ങൾ എന്തായാലും അവസ്ഥ വളരെ ശോചനീയമായ അവസ്ഥ. കണി. ഹാപ്പി വിഷു. ഹാപ്പി വിഷു. ഹാപ്പി വിഷു. ഹാപ്പി വിഷു.
നമ്മൾ പടക്കം പൊട്ടിക്കാൻ പോകുന്നു. നേരിട്ട് പൊട്ടിച്ചു തുടങ്ങാം. ആദ്യം ഒച്ചയുള്ള തന്നെ തുടങ്ങാം. മാലപ്പടക്കം ആദ്യം മാലപ്പടക്കം തുടങ്ങാം. ആരംഭിക്കലാങ്കളാ ഇതെല്ലാണ് മെയിനിന്റെ അകത്ത്. ഓ ഞാൻ നിന്റെ ഫോട്ടോയിലും കുരുങ്ങി കുരുങ്ങിക്കുന്ന ഓരോ ഫോട്ടോയിൽ കട നിലത്തുള്ളൂ ഞാൻ സമ്മതിച്ചു. നല്ല വെയിറ്റുണ്ട് പോട്ടെ. മോനെ കുറച്ചുകൂടി വെക്കട 1 കിലോമീറ്റർ ദൂരത്തിൽ പേപ്പർ വെക്ക്. ഒരു 3 നിരത്തി വെക്കാം. ഒരു 3 ഒരുമിച്ച് കത്തിക്കും. നീ സൈസ് ആയിരിക്കും ലാർജ് ഉണ്ട്. ഈ സൈസ് അല്ലേ കയ്യിൽ നീ റെക്കോർഡ് ചെയ്യുന്നില്ലേ? എല്ലാം പിടിച്ച് കാണുന്നില്ല. വിശ്വാസംസകൾ എല്ലാവർക്കും വിഷു ആശംസകൾ. ഒന്നിട്ട് പറഞ്ഞോ. ഹാപ്പി വിഷു. ഇതും കൂടി കൊടുത്തോ. രാധോളച്ചൻ നേരത്തെ വള്ള ഷർട്ടിൽ ചന്ദ്രൻ എന്റെ അച്ഛൻ രാജ്മോഹൻ വള്ളിമോളുടെ ചന്ദ്രൻ കെ എന്റെ അച്ഛൻ ചന്ദ്രച്ചനാണ്. കുഞ്ഞില്ല ബാലമലിച്ചൻ അച്ചാച്ചൻ ഞാനൊക്കെ മേടിക്കാനുണ്ടോ? അച്ഛൻ പറഞ്ഞ ഓഫാക്കണ്ടാവും. കയ്യിലേക്ക് അടിച്ചു വന്നിട്ട് മിച്ചോട്ട് 2 ആഴ്ച ന്യൂസ് പേപ്പർ കളഞ്ഞു കത്തിക്കാൻ വേണ്ടി ഒരു ഉണ്ട്. മൂന്ന് പേപ്പറൊക്കെ എടുത്തവരുണ്ട്. ഈടെ കൊണ്ടുവന്നിടും. അതാ വലുതാത്. അതൊക്കെ രാധവാമ കണ്ടാ. ഇതൊക്കെ എന്ത് നല്ല ഒച്ചയുണ്ടായിരുന്നു കിട്ടുമ്പോ. നല്ല രാധവാമ ഗണ്ണ് വെച്ച് പൊട്ടിക്കുന്ന പോലെയാണ്. ചന്ദനത്തിന് എറിയറ കേട്ടാ. അതെന്നെ പടക്കം എറിയണം. ചന്ദനത്തിന് പടക്കം കൈ പിടിക്കറ്. പോട്ടെ. അല്ല പൊക്കിയുടെ മുണ്ടിലേക്ക് ഇതന്നെ ഈ തെങ്ങ് നോക്കിയിരുന്നു. തെങ്ങ് നോക്കി മത്സര
അതായിരുന്നു എനിക്ക് വേണ്ടത്. കറക്റ്റ് കിട്ടി. കിട്ടി. നീ വയറായി. ഇത് കൂടെ അത് കാറിന്റെ മേലെ ഒന്ന് വെച്ചിട്ട് അത് കൂടെ പൊട്ടിച്ചു. ചന്ദ്രത്തിൽ കമ്പിത്തിയല്ല ചന്ദ്രത്തില് പേപ്പർ കത്തിക്കാൻ പേടിയുള്ള കുപ്പി വെള്ളം നിറയ്ക്കുന്ന പോലെ കത്തിച്ച പേപ്പർ മൊത്തം കത്തിയിട്ടുണ്ട്. അടക്കൊഴികെ ബാക്കി എല്ലാം കത്തി. ഇത് ലാസ്റ്റ് ഈ പ്രാവശ്യം കത്തും ആണ് എന്റെ ഒരു വിശ്വാസം. കൊറേ കളർ പടക്കങ്ങളുണ്ട്. അപ്പൊ രാത്രി പൊട്ടിക്കാം. അപ്പം ഇനി അതിലേക്ക് ഇതെന്താണ് അവനിതൊക്കെ തള്ളവെള്ളം നേരെ പിടിച്ച് അപ്പം രാത്രിയൊക്കെ ഇനി പടക്കങ്ങളിൽ ഫുൾ പൊട്ടിക്കുന്നുണ്ടാവുക. വൈകുന്നേരം ബീച്ചിൽ പോകുന്നുണ്ട്. കുറച്ചൊരു ആൾക്കാർ നമ്മൾ വരാനുണ്ടല്ലേ. ഒരു പരാജയമായി മാറി. നീ ഇപ്പൊ 2 ദിവസം ന്യൂസ് പേപ്പർ എത്തി ചേർത്തു. ഇനിയില്ല കുറച്ച് സമയത്തേക്ക് ഉപ്മാവ് വിളമ്പിക്കൊണ്ടിരിക്കുന്നു. അതുപോലെ ഇവരെപ്പോഴും റീൽസ് ആണല്ലോ. 10 റീൽസ് കണ്ടാല് ചോറുന്നു. ഉപ്മാവ് കഴിക്കും. ഉപ്മാവ് കഴിച്ചിട്ടാണ് നമ്മള് കുറച്ച് പടക്കെല്ലാം പൊട്ടിച്ച് റെഡിയായി. കുറച്ചുകൂടി ആൾക്കാർ വരാനുണ്ട്. പക്ഷെ നമ്മുടെ ഫാമിലി എല്ലാവരും ഇല്ല. കുറച്ച് പേര് എന്ന് പറയുന്നത് എന്തല്ലോ പ്രശ്നങ്ങളായതുകൊണ്ട് വരാൻ പറ്റിയില്ല. കുറച്ച് ഒരു 10-15 പേരായിട്ട് വരാനുണ്ട്. ബാക്കി എല്ലാവരും വരും. കുറച്ചുകൂടി വരാനുണ്ട്. നമ്മൾ ഒരു ഡാൻസ് പ്രാക്ടീസ് ചെയ്യലാണ്. നമ്മളെ കസിൻസ് എല്ലാവരും ഒരു ഡാൻസ് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. അത് കാണാൻ പോവാം.